ഒരു പുരുഷന്റെ ശരീരം തുറന്നു വെക്കപ്പെട്ടാൽ അത് ഒരു സ്ത്രീയിലുണ്ടാക്കുന്ന പ്രതിഫലനവും ഒരു പെണ്ണിന്റെ ശരീരം തുറന്നു വെക്കപ്പെട്ടാൽ അത് കാണുന്ന ഒരു ആണിലുണ്ടാകുന്ന പ്രതിഫലനവും എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അത് ഫെമിനിസത്തിന്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ അതിനെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ബയോളജിക്കലി അത് വളരെ വ്യത്യസ്തമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ പുരുഷന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീയുടെ ശരീരം തുറന്നു വെക്കപ്പെട്ടാൽ, ഹിജാബ് കൊണ്ട് മറച്ചു വെക്കപ്പെടേണ്ട ഭാഗങ്ങൾ തുറന്നു വെക്കപ്പെട്ടാൽ തൃഷ്ണയോടുകൂടി അങ്ങോട്ട് തിരിയുന്ന, അത് ആസ്വദിക്കുന്ന, അതിൽ നിന്ന് അനുഭൂതി ലഭിക്കുന്ന, അതിൽ നിന്ന് ലൈംഗികമായ ആഹ്ലാദം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ശാരീരിക ഘടനയാണ് പുരുഷനുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ പൊതു സ്ഥലത്ത് പെണ്ണിന്റെ ശരീരം തുറന്നു വെക്കപ്പെട്ടാൽ അത് പുരുഷൻ കണ്ണുകൊണ്ട് ആ സ്ത്രീകളെ വ്യഭിചരിക്കും, കണ്ണുകൊണ്ട് ബലാത്സംഗം ചെയ്യും, കണ്ണുകൊണ്ട് അവളെ കയ്യേറ്റം ചെയ്യും, കണ്ണുകൊണ്ട് അതിൽ നിന്ന് ലൈംഗികമായി അവൻ ആസ്വദിക്കും എന്നതുകൊണ്ട് അവർക്ക് അതിന് ഇട നൽകരുത്, അവർക്ക് അതിന് അവസരം നൽകരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത്. അവിടെ പോലും ഇസ്ലാം സെക്ഷുവാലിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുരുഷന്റേതാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറഞ്ഞാൽ വിവാഹത്തിനുള്ളിൽ മാത്രം നടക്കേണ്ട ഒരു വ്യവഹാരമാണ്. അവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ രീതിയിലുള്ള ആസ്വാദനങ്ങളെല്ലാം നടക്കേണ്ടത് വിവാഹത്തിനുള്ളിലാണ്. അപ്പൊ